പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് BSc ഫോർമാറ്റിലാണെങ്കിലും ബാച്ചിലർ ഓഫ് വൊക്കേഷൻ BVoc ഫോർമാറ്റിലായാലും. നമുക്കറിയാവുന്നതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ഉണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി MLT ഉണ്ട്, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി അത് ഡിപ്ലോമ ഫോർമാറ്റിലുണ്ട്, ബാച്ചിലേഴ്സ് ഫോർമാറ്റിലുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഈവൻ അനസ്തേഷ്യ ടെക്നോളജി, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. സോ അതിൽ നിന്ന് മാറി ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പറ്റാത്ത അവസ്ഥ, ഈവൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരെ വരും എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് അക്രഡിഷനും അതോടൊപ്പം റെക്കഗ്നിഷനുമാണ്. ഇത് രണ്ടാണ്. അക്രഡിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ഏതൊരു കോഴ്സും അതിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടാകും, അത് അക്രഡിറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ കോഴ്സ് വരേണ്ടത്. റെക്കഗ്നേഷനുമുണ്ട്, നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം എന്ന കാര്യം. സോ ഇത് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ അതോടൊപ്പം ജോലി, ഇക്വാലൻസി, അങ്ങനെ പല കാര്യങ്ങൾക്കും അത്യാവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എസ്പെഷ്യലി അക്രഡിഷൻ്റെ കാര്യം, അതോടൊപ്പം റെക്കഗ്നിഷൻ്റെ കാര്യം. കാരണം ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആക്സെപ്റ്റബിൾ ആകില്ല എന്നുള്ളതാണ്. സോ അതിനുശേഷം നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോലും അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ റെക്കഗ്നിഷനും അക്രഡിഷനും ഇല്ലാതെ ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് കോഴ്സ് കാരിക്കുലം തന്നെയാണ്. സോ സിലബസ് അപ്ഡേറ്റഡ് ആണോ, റെലവൻ്റ് ആയിട്ടുള്ള ഇന്ന് കാണുന്ന പല ടെക്നോളജിയും ഉൾക്കൊള്ളിച്ചതാണോ, അതല്ല 20-30 വർഷം മുമ്പത്തെ സിലബസ് വെച്ചിട്ടാണോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഈവൻ ടെക്നോളജി പരമായിട്ട് ഡിവൈസസും ഇൻസ്ട്രുമെൻസും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യക്ക് പുറത്തും ഉപയോഗിക്കുന്ന ഡിവൈസസ് ഒക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്, ടെക്നോളജിയും അപ്ഡേറ്റഡ് ആണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ പോകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടി ചെയ്യുന്നത്. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കോഴ്സ് കാരിക്കുലം എന്നുള്ളത് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത്. മൂന്നാമത്തത് സ്പെഷ്യലൈസേഷൻ ഓപ്ഷൻസ് ആണ്. സ്പെഷ്യലൈസേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യം, അതോടൊപ്പം മാർക്കറ്റിൽ ആ താല്പര്യത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്, ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ജോലിക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇന്ത്യക്കകത്താണോ പുറത്താണോ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നത് എങ്കിൽ എങ്ങനെ ആയിരിക്കണം, ഏത് കോഴ്സായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷനുള്ള ആ ഒരു ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം. സോ ആ കാര്യം തറോ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യാൻ. അതല്ലാതെ കോഴ്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല ഈ കോഴ്സ് കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന കാര്യം നോക്കേണ്ടത്. നാലാമത്തത് ഫാക്കൽറ്റിയും ഇൻഫ്രാസ്ട്രക്ചറുമാണ്. ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള ഫാക്കൽറ്റീസുമായി ഡിസ്കഷനുള്ള ഒരു താല്പര്യം കാണിക്കുക. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അവരോട് സംസാരിക്കുക, കോഴ്സിനെ കുറിച്ച് ചോദിക്കുക, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് കോഴ്സ് പഠിപ്പിക്കുന്നത്, അതോടൊപ്പം ആ പഠനത്തിന് ശേഷം ജോബിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ആ ഫാക്കൽറ്റിയുടെ കോൺഫിഡൻസ് കൂടി അളക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റും. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ, പാരാമെഡിക്കൽ കോഴ്സസ് നമുക്കറിയാം പല രീതിയിലുള്ള ഡിവൈസസും ടെക്നോളജിയും ഉപയോഗിക്കുന്ന കോഴ്സാണ്. ഇതൊക്കെ ഉണ്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ്, വർക്കിംഗ് മോഡലാണോ എന്നൊക്കെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസും അതോടൊപ്പം ക്ലിനിക്സുമാണ്. ക്ലിനിക്കൽ ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങളുടെ പാരാമെഡിക്കൽ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് പാരാമെഡിക്കൽ എന്നുള്ളത്, അലൈഡ് ഹെൽത്ത് എന്നുള്ളത് തീർച്ചയായിട്ടും മെഡിക്കൽ രംഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാസ്റ്റാണ്. ഒരു സൈഡ് ആക്ടർ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ആ രീതിയിലുള്ള ട്രെയിനിങ് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് എന്നുള്ളത് ഒരിക്കലും ഒരു സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കില്ല. അതായത് ഒരു സാധാരണ കോളേജ് പോലെ വെറും ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് പഠിപ്പിച്ച് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ക്വസ്റ്റ്യൻ വന്ന് അതിൽ ആൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടുന്ന ഒരു രീതിയല്ല പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് എന്നുള്ള ആ പ്രത്യേക എഡ്യൂക്കേഷൻ കരിയർ രംഗം എന്നുള്ളത്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തഡോളജി ഉണ്ട്, മെഡിക്കൽ ഫീൽഡുമായി അഫിലിയേറ്റഡ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ. സോ അതിന് ഹോസ്പിറ്റൽസും ക്ലിനിക്സും തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ രീതിയിലുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ആറാമതായിട്ടുള്ളത് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്കറിയാം പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ച പല കൂട്ടുകാരുമുണ്ട്. നേരത്തെ ഒന്നാമത്തെ പോയിന്റായി പറഞ്ഞിട്ടുള്ള അക്രിഡേഷനും റെക്കഗ്നിഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ജോലി ലഭിക്കാറില്ല. ഈവൻ അക്രിഡേഷനും റെക്കഗ്നിഷനും ഉണ്ടെങ്കിൽ പോലും ജോലി ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആണ് പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ജോബ് ലഭിക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ്. ജോലി ലഭിച്ചാൽ തന്നെ നല്ല സാലറിയുള്ള ജോലി ലഭിക്കുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. സോ അതിനൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലേസ്മെൻറ്റിൽ കൂടി, അതായത് ഫൈനൽ ഇയർ ആകുമ്പോൾ ഇൻ്റർവ്യൂ വരെ എത്താനുള്ള ഒരു സാഹചര്യമെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നു എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഏഴാമത്തത് ലൊക്കേഷനും അതോടൊപ്പം ആക്സസിബിലിറ്റിയുമാണ്. അതായത് നിങ്ങളൊരു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ കോഴ്സ് പഠിക്കാൻ പോകുന്നത്. അതായത് ഹോസ്റ്റൽ സ്റ്റേ കഴിഞ്ഞ് പഠിക്കുന്ന രീതിയാണോ അല്ലെങ്കിൽ വീട്ടിൽ പോയി കോഴ്സ് പഠിക്കുന്ന രീതിയാണോ, ഏത് രീതിയിലുള്ള കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അല്ലെങ്കിൽ കംഫർട്ടബിൾ. ചില ആൾക്കാർക്ക് ഹോസ്റ്റലിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം, ആ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടാകില്ല. സോ എങ്കിൽ വീടിനടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈവൻ ഇഫ് നിങ്ങൾ ഹോസ്റ്റൽ ഒക്കെയാണ്, അങ്ങനെ പഠിക്കാൻ പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്, ഹൈജീനിക്കായ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. എട്ടാമത്തത് ഫീ സ്ട്രക്ചറും അതോടൊപ്പം സ്കോളർഷിപ്സുമാണ്. നമുക്കറിയാം അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്നുള്ളത് അല്പം എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കോളർഷിപ്സ്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് നേടാനുള്ള സാഹചര്യവും ഉണ്ടാകും. സോ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളർഷിപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അതിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ സ്കോളർഷിപ്പിൻ്റെ സപ്പോർട്ട് കൂടി നേടുകയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമിതമായി വരുന്ന ഫിനാൻഷ്യൽ ബേർഡൻ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ പാരൻസിനോ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈവൻ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനീഷ്യലായിട്ടുള്ള കുറച്ച് സമയം ജോലി ലഭിക്കാത്ത ഒരു സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഈവൻ ഇഫ് ആഫ്റ്റർ ഗെറ്റിംഗ് ജോബ് സാലറി നല്ലതല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വളരെ കൂടുതലായിരിക്കും ലോൺ എടുക്കുകയാണെങ്കിൽ, ഈവൻ ഫോർ പാരൻസ്. സോ അതൊക്കെ ഒഴിവാക്കാൻ സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്ലൈ ചെയ്ത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒമ്പതാമത്തെ കാര്യം എന്നുള്ളത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സാണ്. നേരത്തെ 3-3.5 വർഷമായിരുന്നു, ഇന്ന് 4-4.5 വർഷമായി മാറിയിട്ടുണ്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ദൈർഘ്യം എന്നുള്ളത്. ഏതൊരു പ്രൊഫഷണൽ കോഴ്സും തീർച്ചയായിട്ടും അതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് 4+ ഇയേഴ്സ് ആയിരിക്കണം. നേരത്തെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് 3-3.5 വർഷം കൊണ്ട് ഈ പറയുന്ന പാരാമെഡിക്കൽ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ പല കൂട്ടുകാർക്കും എബ്രോഡിൽ വരുമ്പോൾ, എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ ആക്സെപ്റ്റൻസ് ലഭിച്ചിരുന്നില്ല. അതായത് ഇങ്ങനെ ചെയ്യുന്ന 3-3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്ന ഡിഗ്രിയെ അവർ ഡിഗ്രിയായി ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഡിപ്ലോമ കോഴ്സായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജൂനിയർ ലെവലിലുള്ള ജോബായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. ഏതായിരുന്നാലും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് 4+ ഇയേഴ്സ് ആണോ ഡ്യൂറേഷൻ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. പത്താമത്തത് ഫ്യൂച്ചർ സ്കോപ്പും ഹയർ എഡ്യൂക്കേഷനുള്ള ആ ഒരു സ്കോപ്പും ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് നിങ്ങളൊരു അലൈഡ് ഹെൽത്ത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി മാറി വരുന്ന സാഹചര്യത്തിൽ AI ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന പല ടെക്നോളജിയും വരുമ്പോൾ ഇറലവൻ്റ് ആകാതെ ഇരിക്കണം നിങ്ങളുടെ കോഴ്സ് എന്നുള്ളത്. കാരണം ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ കരിയർ മുന്നോട്ട് പോകാൻ
പോകുന്നത്. സോ അതിന് ഒത്ത ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഉണ്ടോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ബാച്ചിലർ ഓഫ് വൊക്കേഷൻ BVOC മോഡലാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ. അതോടൊപ്പം ഓൺലൈൻ ഡിസ്റ്റൻസ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സിനില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ടുള്ള കോഴ്സായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. 11ാമത്തെ കാര്യം എന്നുള്ളത് അപ്രൂവൽസും അതോടൊപ്പം ഇൻ്റർനാഷണൽ പ്രാക്ടീസിനുമുള്ള സാഹചര്യം നിങ്ങളുടെ പാരാമെഡിക്കൽ കോഴ്സിനുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ, അതായത് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞ ആ ഒരു കാര്യം, അക്രഡിഷനും റെക്കഗ്നിഷനും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ 2 കാര്യങ്ങളും നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുവരാനും പറ്റൂ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഏതൊരു എഡ്യൂക്കേഷൻ കൊണ്ടുപോകുമ്പോഴും എംബസി അറ്റസ്റ്റേഷൻ, ഇക്വാലൻസി, അങ്ങനെ പല കാര്യങ്ങളും വരും. അതിലൊക്കെ പാസ്സായി ആക്സെപ്റ്റബിളായി മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 12ാമത്തെയും അവസാനത്തെയും കാര്യം ശ്രദ്ധിക്കേണ്ടത് റിവ്യൂസും അതോടൊപ്പം റെപ്യൂട്ടേഷനുമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു മൂവിയും സിനിമയും കാണുമ്പോൾ അത് 1.5-2.5 മണിക്കൂറിൻ്റെ കാര്യമാണ്. പക്ഷേ ആ സിനിമ കാണുന്നതിന് മുമ്പായിട്ട് നാം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ സിനിമയെക്കുറിച്ച് റിവ്യൂസ് കാണും. അത് നല്ലതാണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സിനിമയാണ് എന്ന് ഒരു ധാരണ ലഭിച്ചതിന് ശേഷമാണ് അവിടെ പോയി സിനിമ കാണാറ്. അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആ 2-2.5 മണിക്കൂർ വേസ്റ്റ് ചെയ്യാൻ നാം തയ്യാറല്ല. അതുപോലെയല്ല, അതിനേക്കാളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഈ 4.5 വർഷവും അതിനുശേഷമുള്ള അങ്ങോട്ടുള്ള ലൈഫ് എന്നുള്ളത്. സോ പാരാമെഡിക്കൽ കോഴ്സ് ഏത് സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ കോഴ്സിനെ കുറിച്ച് റിവ്യൂസ് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. അതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ സെലക്ട് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെടുക. പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുമായി പരിചയപ്പെടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കുക. എന്നിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എൻ്റെ എൻജിനീയറിങ് ടീച്ചിങ് സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പം ചോദിക്കുന്ന ആദ്യ ചോദ്യം നിങ്ങളുടെ എൻജിനീയറിങ് ഒബ്വിയസ്ലി ഏതാണ് എന്നുള്ളതാണ്. എനിക്കറിയാം ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത് എന്ന്, എങ്കിലും ഞാൻ ചോദിക്കും. അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സെലക്ട് ചെയ്ത എൻജിനീയറിങ് നിങ്ങളുടെ ഡിസിഷനായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ, എന്തുകൊണ്ടാണ് നിങ്ങളത് സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കും. 1-2 ആൻസർ വളരെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നീട് കുട്ടികൾ ബ്ലാങ്ക് ആവാറാണ് പതിവ്. കാരണം അവർ എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കില്ല അത്. സോ ആ ഒരു കാര്യം പാരാമെഡിക്കൽ കോഴ്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പല കൂട്ടുകാരും എന്താണ് സെലക്ട് ചെയ്യുന്നത് എന്ന് അറിയാതെയാണ് കോഴ്സ് സെലക്ട് ചെയ്യാറ്. പുതിയ ജനറേഷൻ മാറിയ സാഹചര്യം എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. കുട്ടികൾ കുറച്ചും കൂടി പക്വമായ ഡിസിഷനാണ് എടുക്കുന്നത്, അതെനിക്കറിയാം. ഏതായിരുന്നാലും ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, ചോദിച്ചിരിക്കേണ്ട, തിരിച്ചറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.